യാത്രന് ഇഷ്ടപ്പെടുന്നവർ, അറിയപ്പെടാത്ത സ്ഥലത്ത് പോകാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കണ്ടു നോക്കും. നമ്മളിത് നടന്നിട്ട് അങ്ങ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. അയ്യോ മറിച്ച് മണപ്പിച്ച് കേട്ടോ. എന്താണ് നോക്കറാ, ഇതും കൊടൈക്കനാലാണ്. കൊടൈക്കനാലെന്ന് വെച്ചാൽ ഊണ്ടിയിൽ കുഞ്ഞ് ഉള്ളോട്ട്. എൻ്റെ പൊന്നെ എടാ ഉണ്ടല്ലേ ഒന്നും ചെയ്യല. അയ്യോ ഏത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാശ്മീരിൽ പുറത്തേക്ക് ഇവൻ സ്വിറ്റ്സർലാൻഡ് എന്ന് പേരെന്ന് പറഞ്ഞു കേട്ടില്ല. എന്താ വെച്ചാൽ അത് അതേപോലെ തന്നെ ഉള്ളത് കേട്ടോ. ഈ സ്ഥലങ്ങൾ ഞാൻ കളറിങ് കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു കളറിങ് എഫക്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്ത് രസമാണ് കാണാൻ നോക്കിയാട്ടെ. വലിയ ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം ഞാൻ കണ്ടിട്ടില്ലേ നമ്മളെ കേരളത്തിൽ. മീൻസ് എന്താ പറയുക, ഇത് എവിടെ ഉള്ളതെന്ന് പറയാം, കേരളത്തിൻ്റെ തൊട്ടടുത്ത് താമസമുള്ള, അതായത് കൊടൈക്കനാൽ കേട്ടോ. കൊടൈക്കനാലാണ് ഇങ്ങനൊരു സ്ഥലം. നോക്കിയാട്ടെ, ഈ പൂവൊക്കെ പൂത്ത് നിൽക്കുന്നത്, അപ്പുറത്ത് മല, ഇപ്പുറത്ത് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെ കുത്തനെ വലിച്ചു വരുന്നില്ല, നീളത്തിലുള്ളത്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് അങ്ങോട്ടേ കണ്ടു നോക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ ശരിയായ വ്യൂ കാണാൻ പറ്റും. എന്ത് ഭംഗിയാണെന്നറിയോ. ഇതൊക്കെ എന്ന് വെച്ചാൽ കൊടൈക്കനാലിൽ വരുന്നത് ഏകദേശം ഒരു 95% ആൾക്കാർക്ക് അറിയില്ല. കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ നമ്മൾ നിന്നുകൊണ്ട് ആ സ്ഥലത്ത് നമ്മൾ വെറുതെ, നമ്മളോട് ഇവർ പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മൾ വെറുതെ നടന്നു പോയതാണ്. നടന്നു പോയാലും കണ്ട കാഴ്ചകളാണിത്. അയ്യോ ഒരിക്കലും ഞാൻ കൊടൈക്കനാൽ പലതവണ പോയിട്ടുണ്ടെങ്കിലും ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു ഇത്. അത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കൊടൈക്കനാൽ മെയിൻ ടൂറിസ്റ്റ് പ്ലേസോ കാര്യങ്ങളോ ഒന്നും അല്ലാണ്ട് നമ്മൾ വെറുതെ ഇറങ്ങിയൊരു യാത്രയിൽ. ഈ വഴി നമുക്കറിയില്ല. ഇതിങ്ങനെ ചെറിയ നിസ്സാരമായ ഒരു സ്ഥലമൊന്നുമല്ല. അതിൻ്റെ അപ്പുറത്ത് ഇനി പോയി കഴിഞ്ഞാൽ തീർന്ന് അപ്പുറം വലിയ ഇതാണ്, മനസ്സിലായില്ലേ. ഇതിന് മുകളിലേക്ക് കയറി നോക്കുന്നത്, ഒരു വഴി അറിയില്ല, ഒന്നും അറിയില്ല. എന്ത് മനോഹരമായ സ്ഥലങ്ങളാണല്ലോ ഇതൊക്കെ. എത്ര ഭംഗിയാണ് കാണാൻ. ഇവിടെ വന്ന് ഇരിക്കുമ്പം, അതായത് അധികം ആൾക്കാരൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ 3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്തൊരു മനസ്സമാധാനമായിട്ടിരിക്കുക. വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ വെള്ളം ഒഴുകി വരുന്ന ഈ സൗണ്ടും പിന്നെ കാട്ടിനുള്ള പല പക്ഷികളുടെ സൗണ്ടും ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ യാത്ര തുടരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു തന്നെ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. നമ്മളെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമ്മൾ കാണാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പല വഴികളിലൂടെയും പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അതേപോലെ തന്നെയാണ് ജീവിതവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു മനസ്സ്, അങ്ങനെ മുന്നോട്ടേക്ക് പോയാലും മാത്രമാണ് നമുക്ക് പുതിയൊരു വഴികളും പുതിയൊരു ലക്ഷ്യവും എന്താ പറയുക, നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് ജീവിക്കാനുള്ളതായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ കണ്ടുമുട്ടത്തുള്ളൂ.